ഈ അടുത്ത് പള്ളിയിലെ ഒരു ഉസ്താദ് അദ്ദേഹം ബാങ്ക് കൊടുത്തുകൊണ്ടിരിക്കുന്നതിന്റെ ഇടയിൽ മരണപ്പെട്ട ഒരു കാഴ്ച ഞങ്ങളൊക്കെ കണ്ടിട്ടുണ്ടാവില്ലേ? കണ്ടോ? കണ്ടില്ലേ? എന്നാ ഇപ്പോഴും കാണാത്ത കുറച്ച് ആളുണ്ട് ഞങ്ങളപ്പ. കണ്ടിണ്ടാവൂലേ? കണ്ടു. തങ്ങളൊക്കെ കണ്ടു. നമ്മളെല്ലാരും കണ്ടോണം. അറേബ്യൻ ഗൾഫ് ചാനലിൽ വരെ ആ വാർത്ത വന്നു. അപ്പൊ അയാൾ എവിടുത്തെ ആളാണ്? എന്റെ സ്റ്റേറ്റുകാരനാ, കർണാടകക്കാരനാ. കർണാടക മംഗലാപുരത്തുനിന്ന് കുറെ അങ്ങോട്ട് ചെന്നാൽ ഭട്കൽ, ആ ഭട്കൽ കഴിഞ്ഞ് അവിടെ ഹൊണ്ണാവറ എന്ന സ്ഥലത്ത് അവിടുത്തെ പള്ളിയിലെ മുഅദ്ദിൻ ഉസ്താദാണ് അദ്ദേഹം. അപ്പൊ അദ്ദേഹം വാങ്ക് കൊടുത്തുകൊണ്ടിരിക്കുന്നതിന്റെ ഇടയിൽ അഷ്ഹദു അല്ലാ ഇലാഹ ഇല്ലല്ലാഹ് അഷ്ഹദു അന്ന മുഹമ്മദർ റസൂലുള്ളാഹ് ഇതിങ്ങനെ പറഞ്ഞുകൊണ്ട് മൂപ്പരങ്ങ് കൊഴഞ്ഞു വീണ് മരിച്ചു. അബ്ദുൽ ലത്തീഫ് മദനി, അള്ളാഹു പുറത്തു കൊടുക്കട്ടെ, സ്വർഗത്തിൽ വലിയ പദവി കൊടുക്കട്ടെ, നമുക്ക് അള്ളാഹു നല്ല മരണം തരട്ടെ. അപ്പൊ കണ്ടില്ലേ, വെറുതെ ആ മരണം കിട്ടൂലല്ലോ, അന്ന് വെറുതെ ഒന്നും കിട്ടൂല. അപ്പോ ഒരു സയ്യിദ് ഉണ്ട്. ഞാൻ ആ സയ്യിദിനെ അങ്ങോട്ട് വിളിച്ചപ്പോ, നമ്മളെ അറിവിൽ നമ്മൾ ആ ഭാഗത്തുള്ളൊരു സയ്യിദ് ഉണ്ട്, പ്രധാനപ്പെട്ട ഒരു സയ്യിദ്. മൂപ്പരെ ഞാൻ ഒരു വിഷയത്തിന് അങ്ങോട്ട് വിളിച്ചപ്പോ മൂപ്പർ പറഞ്ഞു, നൗഫൽ സഖാഫി, ഞാനിപ്പോ അടുത്ത് മരിച്ച അബ്ദുൽ ലത്തീഫ് മദനിന്റെ വീട്ടിലാണ് ഉള്ളത്. ആ വീട്ടിൽ നിന്നൊക്കെ ദുആ ചെയ്തിട്ട് ഞാൻ ഇങ്ങോട്ട് ഇറങ്ങുകയാണ് എന്ന് പറഞ്ഞു. എന്നിട്ട് അപ്പൊ നമ്മളിങ്ങനെ കുറച്ചു നേരം ഫോണില് ആ ഉസ്താദിന്റെ മരണവുമായി ബന്ധപ്പെട്ട് ഇങ്ങനെ സംസാരിക്കുകയാണ്. അപ്പൊ എന്തുകൊണ്ട് മൂപ്പർക്ക് അങ്ങനെ ഒരു മരണം കിട്ടാൻ? പഴയ കാലത്തൊക്കെ അങ്ങനെ ആയിരുന്നല്ലോ, ഒരു നല്ല മരണം സംഭവിച്ചാൽ വേഗം അവരെ വീട്ടിലേക്ക് പോയിട്ട് അയാൾ എന്താ ഒരു പ്രത്യേകത അയാൾക്കുള്ളത് എന്ന് ചോദിച്ചറിയും. ഒരു ചീത്ത മരണമുണ്ടായാലും അങ്ങനെയാണ്, പോയിട്ട് ചോദിച്ചറിയും എന്താ അങ്ങനെ ഒരു മരണ കാരണം ഒക്കെ ചരിത്രത്തിലുള്ളതാണ്. അപ്പൊ ഈ തങ്ങളാപ്പ എന്നോട് പറഞ്ഞു, പിന്നെ തങ്ങന്മാരെന്ന് പറഞ്ഞാൽ അവർക്കൊക്കെ വലിയ മഹത്വമാണല്ലോ അല്ലെ. നമ്മളിപ്പോ കണ്ടില്ല, ഇപ്പൊ ഇവിടെ മഹല്ല് സെക്രട്ടറി ബഹുമാനപ്പെട്ട തങ്ങളാണ്. ഞങ്ങൾ കയറിയപ്പോഴൊക്കെ തന്നെ ആദ്യം ചെയ്തത് തങ്ങളാപ്പാനെ കൈപിടിച്ചു. കാരണം ഞങ്ങളെ ഉസ്താദ് ശൈഖുന സുൽത്താനുൽ ഉലമ പഠിപ്പിച്ച അതാണ്. അഹ്ലു ബൈത്താകുമ്പോ പിന്നെ വേറൊന്നും നോക്കുക, അവർക്കുള്ള മഹത്വം അത് വല്ലാത്തതാണ്. ഇവിടുന്ന് പ്രത്യേകിച്ച് പറയുമ്പോൾ നമുക്ക് ഒരിക്കലും മറക്കാൻ പറ്റൂല ബഹുമാനപ്പെട്ട അവേലത്തെ തങ്ങളുപ്പാപ്പൻ അള്ളാഹു അവരുടെയൊക്കെ ദറജ വർദ്ധിപ്പിക്കട്ടെ. ബഹുമാനപ്പെട്ട ശൈഖുന സുൽത്താനുൽ ഉലമാന്റെ ഉസ്താദിനെ വളർത്തിക്കൊണ്ടുവന്ന എല്ലാമാണ് മഹാനവരുകൾ. അതൊക്കെ ഞങ്ങളെക്കാളൊക്കെ കൂടുതൽ നിങ്ങൾക്ക് അറിയാം. അള്ളാഹു ആ കുടുംബത്തിന് വലിയ സന്തോഷം കൊടുക്കട്ടെ, വലിയ ഖൈർ നൽകട്ടെ. ബഹുമാനപ്പെട്ട തങ്ങളാപ്പാന്റെ ദറജ അള്ളാഹു വർദ്ധിപ്പിക്കട്ടെ. അപ്പൊ ഈ തങ്ങൾ എന്നോട് പറഞ്ഞു, ഞാന് അബ്ദുൽ ലത്തീഫ് മദനിന്റെ ഉമ്മാനോട് ചോദിച്ചു, മരിച്ച ഈ ഉസ്താദിന്റെ ഉമ്മാനോട് ചോദിച്ചു, നിങ്ങളെ മോന് അങ്ങനെ ഒരു മരണം വെറുതെ കിട്ടൂല, അത് അയാൾക്ക് നല്ല ആർക്കാണെങ്കിലും അത്ര അങ്ങനെ ഉണ്ടല്ലോ, അങ്ങനെ എളുപ്പത്തിലൊന്നും അത്ര നല്ല മരണമൊന്നും കിട്ടൂലല്ലോ. അപ്പൊ ജീവിതത്തിൽ എന്തെങ്കിലും ഒരു കാര്യം നിത്യമാക്കിയിട്ടുണ്ടാവും, ചെയ്യണത് ഒന്നാണെങ്കിലും ഉണ്ടല്ലേ. മൂപ്പർക്ക് ഇപ്പൊ യൂട്യൂബ് ചാനലൊന്നുമില്ല, ഉണ്ടോ? മൂപ്പരെ ഒരു ക്ലിപ്പും ജീവിതകാലത്ത് വന്നതായി ഞങ്ങളെ ശ്രദ്ധയിൽപ്പെട്ടിട്ടില്ല. ആകെ മൂപ്പരെ ക്ലിപ്പ് വന്നിട്ടുള്ളത് മരിച്ച രംഗാണ്, ആ ക്ലിപ്പേ വന്നിട്ടുള്ളൂ. അപ്പോഴേക്ക് മൂപ്പര് ലോകമെമ്പാടും അറിയപ്പെട്ട സെലിബ്രിറ്റിയായി മാറി. ജീവിതകാലത്ത് മൂപ്പരൊരു സ്പീച്ചും നടത്തിയിട്ടില്ല, ഒരു കപ്പലിൽ പോകുന്ന യാത്രയും കാണിച്ചിട്ടില്ല, ഫ്ലൈറ്റിൽ പോകണമെന്നും കാണിച്ചിട്ടില്ല. ആകെ മൂപ്പര് മരിച്ച കാഴ്ചയാണ് നമ്മൾ കാണുന്നത്. അത് ലോകമെമ്പാടും അറിഞ്ഞു. നമ്മളിപ്പോ ഒരു കാര്യം ചെയ്തത് അറിയാൻ വേണ്ടി എന്തൊക്കെയാണ് നമ്മൾ ചെയ്യണത്, നമ്മളൊന്ന് ചെയ്തു എന്ന് അറിയാൻ വേണ്ടി. ഇത് മൂപ്പർ ശ്രദ്ധിച്ചിട്ടേ ഇല്ല. മൂപ്പർ അങ്ങ് ചെയ്തപ്പോ നല്ല മരണം കിട്ടിയപ്പോ ലോകം അറിഞ്ഞു. ഏത് രാഷ്ട്രമാണ് അദ്ദേഹത്തിന്റെ മരണ വാർത്ത റിപ്പോർട്ട് ചെയ്യാത്തത്? അപ്പൊ അത് അത്ര വെറുതെ ഒന്നും കിട്ടൂലല്ലോ. അപ്പൊ ഈ തങ്ങളാപ്പ പറയാണ്, നല്ലൊരു സയ്യിദാണ്, മുഖ്ലിസായ സയ്യിദാണ് മൂപ്പര്. ഈ തങ്ങളാപ്പ പറഞ്ഞു, ഞാന് അബ്ദുൽ ലത്തീഫ് മദന്റെ ഉമ്മാനോട് ഞാൻ ചോദിച്ചു, എന്തുകൊണ്ട് ഉമ്മ നിങ്ങളെ മോനക്ക് ഇങ്ങനെ ഒരു മരണം കിട്ടാ? അപ്പൊ ഉമ്മമാർക്കല്ലേ മക്കളെ കുറിച്ച് എന്നാരുള്ളൂ അല്ലെ? അങ്ങനെയല്ലേ? ഇന്നിപ്പോ നേരെ ഇതൊക്കെ തകിടം പറഞ്ഞിട്ടാ. കാരണം ഉമ്മമാര് മക്കളെ ശപിക്കണ കാല. അള്ളാഹ് നമ്മളെ നന്നാക്കി തരട്ടെ. നമ്മളെ മാത്രല്ല, ഉമ്മമാരെ അള്ളാഹ് നന്നാക്കി കൊടുക്കട്ടെ, എന്നാലേ കാര്യം നടക്കുള്ളൂ. ഞാൻ വെറുതെ പറയല്ല.
ഉമ്മമാരിങ്ങനെ മക്കളെ കുറ്റം ഞാൻ പറയട്ടെ, ഉമ്മമാരോടൊക്കെ ഞാൻ പറയട്ടെ, കുട്ടികൾ സ്വന്തം മക്കള് അവര് ഏതായാലും നമ്മളൊക്കെ ഉമ്മമാരെക്കാളൊക്കെ പക്വത കുറവാണ് അവർക്ക്. ചിലപ്പോ അവർക്ക് മക്കൾ ഉണ്ടെങ്കിലും ശരി, അവർക്ക് ഉമ്മാന്റെ അത്ര പക്വത ഒന്നും അവർക്ക് ഉണ്ടാവൂല. അപ്പൊ ആ മക്കളെ ഭാഗത്തുനിന്ന് എന്തെങ്കിലും ഒരു തെറ്റ് വന്നാൽ ഉമ്മമാരെ ഞാൻ പറയട്ടെ, ഒറ്റയടിക്കങ്ങ് ശപിച്ചിട്ട് അവരങ്ങ് പുറംകാലം കൊണ്ട് ചവിട്ടി പുറത്താക്കല്ല വേണ്ടത്, അവരെ ഒന്ന് അടുപ്പിച്ചിട്ട്. കാരണം എന്താ, നിങ്ങളെ ശാപം അവർക്ക് കിട്ടിയിട്ട് അവർ എവിടെയെങ്കിലും എന്തിനെങ്കിലും പോയി പെട്ടിട്ട് അവർക്കങ്ങ് നാശം സംഭവിച്ചാൽ അത് കാണാൻ നിങ്ങളെ കൊണ്ട് കഴിയോ ഉമ്മമാരെ? അതുകൊണ്ടല്ലേ മുത്തുനബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഇമാം ഇസ്മായിലുൽ ഹിഖ്ൽ ബറൂസമി തങ്ങൾ തഫ്സീർ റൂഹുൽ ബയാനിൽ ഒരു സംഭവം രേഖപ്പെടുത്തുന്നത് കാണാൻ കഴിയും. ഒരാൾ മരിക്കാൻ കിടക്കുന്ന സമയത്ത് അദ്ദേഹത്തിന്റെ നാക്ക് വഴങ്ങണില്ല, ഷഹാദത്ത് കലിമ ചൊല്ലാൻ ആ നാക്കിനെ കൊണ്ട് കഴിയണില്ല. അപ്പൊ മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അടുത്തുള്ള ആളുകളോടൊക്കെ ചോദിച്ചു, എന്തപ്പ ഇത്, ഈ മനുഷ്യൻ നിസ്കരിച്ചിട്ടില്ലേന്ന് ചോദിച്ചു. അപ്പൊ അവരൊക്കെ പറഞ്ഞു, നിസ്കരിച്ചിക്കണല്ലോ നബിയെ. അപ്പൊ നോമ്പൊന്നും നോറ്റിട്ടില്ലേ? ഒക്കെ നോറ്റിക്കണു നബിയെ. അപ്പൊ ഒരു പിടുത്തം കിട്ടണില്ല, പിന്നെന്താ എങ്ങനെ സംഭവിക്കണത്? അപ്പൊ പറഞ്ഞു, ഉമ്മ ഉണ്ടോന്ന് ചോദിച്ചു. ഉമ്മ ഉണ്ട്. എന്നാ ഉമ്മാന്റെ അടുത്തേക്ക് പോവാ. ഉമ്മാന്റെ അടുത്ത് ചെന്നു. ഉമ്മാന്റെ അടുത്ത് ചെന്നപ്പോഴാണ് നോക്കുമ്പോ ഉമ്മാനെ വിഷമിപ്പിച്ചിട്ടുണ്ട് മകൻ എന്ന ഒരു വിവരാണ് അപ്പൊ ലഭിച്ചത്. അപ്പൊ ഉമ്മ ശപിച്ചു. ആ സമയം ആ ഉമ്മാനോട് മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ചോദിച്ചൊരു ചോദ്യമുണ്ട്. ആ ചോദ്യമാണ് ഞാന് ഇന്ന് സ്വന്തം മക്കളെ ശപിച്ചു കളയണ ഉമ്മമാരുണ്ടല്ലോ അവരോട് ഞാൻ അത് ചോദിക്കാൻ ഉദ്ദേശിക്കുകയാണ്. ഇത് ചെറിയ വിഷയമൊന്നുമല്ല, ഞാനിത് വെറുതെ പറയല്ല. സ്വന്തം മക്കളെ ഉമ്മമാരങ്ങ് ശപിച്ചിട്ട് വീട്ടിൽ നിന്ന് അങ്ങ് പുറത്താക്കണം. അവന്റെ ഭാഗത്തുനിന്ന് തെറ്റൊക്കെ വന്നുണ്ടാവും. ചിലത് പലപ്പോഴും ചിലപ്പോ മരുമകളെ കാരണം കൊണ്ട്, മരുമകളെ സ്വഭാവം അങ്ങനെയാണെന്നൊക്കെ പറഞ്ഞിട്ട് സ്വന്തം മക്കളെ ശപിക്കണ കുറെ ഉമ്മമാരുണ്ട്. ഞാൻ പറയട്ടെ, ആ മക്കളിൽ നിന്ന് എന്തെങ്കിലും ഒരു കുറവുണ്ടായാൽ അത് പറഞ്ഞ് ശരിപ്പെടുത്തേണ്ടത് നമ്മളാ. ഇനിയിപ്പോ ശരിയായിട്ടില്ലെങ്കിൽ തന്നെ ഉമ്മമാരെ എന്തിനാണ് നമ്മൾ ശപിക്കണത്? ഓനങ്ങ് അറിയും, അവനത് മനസ്സിലാക്കും. എന്റെ ജീവിതത്തിൽ തന്നെ ഉമ്മാന്റെ മഹത്വം എന്താണെന്ന് ഞാൻ കാണിച്ചു കൊടുക്കും. സംഭവമൊക്കെ ശരി തന്നെയാണ്, ഒക്കെ ഉമ്മ പറഞ്ഞ തെറ്റു. പക്ഷേ ഒരിക്കലും ശപിച്ചു പോകരുത് ഉമ്മമാരെ, മക്കളെ ശപിച്ചു പോകരുത്. അപ്പോഴാണ് മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഈ വിവരം കിട്ടിയപ്പോൾ ആ ഉമ്മാനോടാണ് മുത്തുനബിക്ക് ചോദിക്കാനുണ്ടായത്. സല്ലല്ലാഹു അലൈഹി വസല്ലം ചോദിച്ചു, ഉമ്മാ, നിങ്ങള് മാസങ്ങളോളം ഗർഭം ചുമന്നില്ലേ? അത് ഈ മോനെ ശപിക്കാനായിരുന്നു നിങ്ങൾ ഗർഭം ചുമന്ന്? മാസങ്ങളോളം ഗർഭം ചുമന്നിട്ടല്ലേ ഈ മോനെ നിങ്ങൾ പ്രസവിച്ചത്? അത് നിങ്ങളെ മോനെ ശപിക്കാനായിരുന്നോ ഉമ്മാനാ ചോദ്യം, ലോകനേതാവിന്റെ ചോദ്യം സല്ലല്ലാഹു അലൈഹി വസല്ലം. രണ്ടാമതായി ചോദിക്കുകയാണ്, അല്ല 2 വയസ്സ് വരെ മുലയൂട്ടിയില്ലേ, പാല് കൊടുത്തില്ലേ, അതൊക്കെ കൊടുത്തത് ഈ മോനെ ശപിക്കാനായിരുന്നോ ഉമ്മ? ഈ കോലത്തിൽ മോനെ ആക്കണമെങ്കിൽ അന്ന് തന്നെ തീരുമാനിച്ചാൽ മതിയായിരുന്നല്ലോ, ഇങ്ങനൊന്നും ശ്രദ്ധിക്കാതെ എന്ന് ചോദ്യമാണ്. ലോകനേതാവായ അഷ്റഫുൽ ഖൽഖ് മുഹമ്മദുർ റസൂലുള്ളാഹി, ഒരാ നബി മുഹമ്മദുർ റസൂലുള്ളാഹി അഷ്റഫുൽ ഖൽഖ് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ആ ഉമ്മാനോട് ചോദിച്ച ചോദ്യം എത്ര നല്ല പ്രസക്തിയുള്ള ചോദ്യമാണ്. ഈ സദസ്സിലുള്ള ഉമ്മമാരാ ചോദ്യം ഉൾക്കൊള്ളണം, ആ മഹത്വം ഉൾക്കൊള്ളണം. ഓ ഉമ്മമാരെ, മാസങ്ങളോളം ഗർഭം ചുമന്നത് മക്കളെ ശപിക്കാനായിട്ടാണോ? 2 വയസ്സ് വരെ മുലയൂട്ടിയില്ലേ, പാല് കുടിപ്പിച്ചില്ലേ, അത് മക്കളെ ശപിക്കാനാണോ? അത് ചിന്തിച്ചാൽ മക്കളെ ശപിക്കാൻ ഒരു ഉമ്മാക്കും കഴിയില്ല കേട്ടോ. തങ്ങളാപ്പ പറഞ്ഞു, ഞാൻ ഈ ഉസ്താദിന്റെ ഉമ്മാനോട് ചോദിച്ചു, അല്ല ഉമ്മ, നിങ്ങളെ മകന് ഇത്രയും നല്ല മരണം കിട്ടാനുണ്ടായ കാരണം എന്താണ്? ഉമ്മയായ നിങ്ങൾക്കറിയാതിരിക്കൂലല്ലോ. ഉമ്മാന്റെ മറുപടിയാണ് ഈ സയ്യിദിനോട്, തങ്ങളെ
എൻ്റെ മോനെ കുറിച്ച് എനിക്ക് വേറൊന്നും അറിയില്ല. പക്ഷെ 2 സ്വഭാവം അവന്റെ ജീവിതത്തിൽ അവൻ പതിവാക്കിയിരുന്നു. അത് ഞാൻ കണ്ടതാണ്. ആ ഉമ്മ തങ്ങളോട് പറഞ്ഞത്, ഞാൻ ഫോണിൽ സംസാരിക്കുന്ന സമയത്ത് തങ്ങളവരുകൾ എന്നോട് പറഞ്ഞത്, ഞാൻ ഇവിടെ വഅദ് പറയുമ്പോൾ ഞാനതിപ്പോ ഓർക്കുകയാണ്. എന്നിട്ട് ആ ഉമ്മ തങ്ങളാപ്പാനോട് പറഞ്ഞു, ചിലപ്പോ നിങ്ങൾ ചിന്തിക്കും, അതെ ഇപ്പൊ ഖുർആനിന്റെ ഖത്മിന്റെ എണ്ണം പറയാൻ പോകും, ഖുർആനിന്റെ ഖത്മിന്റെ കാര്യമാണ് ഇപ്പൊ പറയാൻ പോവാ, അല്ലെ ദിക്റിന്റെ കാര്യമാണ് പറയാൻ പോവാ, തസ്ബീഹിന്റെ കാര്യമാണ് പറയാൻ പോവാ, അല്ലെ പള്ളിയിൽ ജമാഅത്തിന് വന്ന കാര്യമാണ് പറയാൻ പോവാ, അല്ലെങ്കിൽ തഹജ്ജുദിന് എണീറ്റതിന്റെ കാര്യമാണ് പറയാൻ പോവാ. അല്ല അല്ല, ഖൽബുമായി ബന്ധപ്പെട്ട വിഷയമാണ്. അതേ തഹജ്ജുദ് നിസ്കരിക്കുന്നവർക്ക് പോലും അങ്ങനെ ആകാൻ കഴിഞ്ഞുകൊള്ളണമെന്നില്ല. സുബ്ഹി ജമാഅത്തിന് തന്നെ പള്ളിയിൽ വരുന്നവർക്ക് പോലും അങ്ങനെ ആകാൻ കഴിഞ്ഞുകൊള്ളണമെന്നില്ല. ഖുർആൻ ഖത്മുകൾ ധാരാളം ഓതി തീർക്കുന്നവർക്ക് പോലും അങ്ങനെ ആകാൻ കഴിഞ്ഞുകൊള്ളണമെന്നില്ല. കാരണം യൗമ ലാ യൻഫഉ മാലും വലാ ബനൂൻ ഇല്ലാ മൻ അത്തല്ലാഹ ബിഖൽബിൻ സലീം. അതേ അല്ലാഹുവിന്റെ അരികിലെത്തുന്ന സമയത്ത് സമ്പത്തും മക്കളും തീരെ ഉപകാരത്തിന് വരാത്തൊരു നാള്. സമ്പത്ത് അങ്ങനെയാണെങ്കിൽ ഉപകാരത്തിന് വരൂല, മക്കളും ഇതുപോലെയാണെങ്കിൽ ഉപകാരത്തിന് വരൂല. ആ നാളിൽ അല്ലാഹുവിന്റെ അരികിൽ രക്ഷപ്പെടുന്നത് ആരാണ്? ഖുർആനിൽ അല്ലാഹ് പറഞ്ഞില്ലേ, ഇല്ലാ മൻ അത്തല്ലാഹ ബിഖൽബിൻ സലീം. രക്ഷപ്പെട്ട ഹൃദയമാണ് കേട്ടോ, സലീമായ ഖൽബാണ് കേട്ടോ, അതേ നല്ല മനസ്സാണ് കേട്ടോ, നല്ല മനസ്സാണ്, നല്ല മനസ്സ്. ആ നല്ല മനസ്സുണ്ടെങ്കിൽ കുറെ നല്ലത് ചെയ്യാൻ തോന്നും, കുറെ ആളുകൾക്ക് നല്ലത് ചെയ്യാൻ നമുക്ക് തോന്നും. ഞങ്ങളിപ്പോ ഓർക്കാണ്, ഇപ്പൊ ഞങ്ങളൊക്കെ ഇപ്പൊ സഖാഫികളാണല്ലോ, ഇപ്പൊ ഞങ്ങളൊക്കെ നമ്മുടെ ഉസ്താദ്മാരൊക്കെ ഇവിടെ ഉണ്ട്. അള്ളാഹു ഞങ്ങൾക്കൊക്കെ വലിയ ബർക്കത്തായിട്ട്. ഞങ്ങളിപ്പോ ജീവിതത്തിൽ അള്ളാഹു ഞങ്ങൾക്ക് തന്ന ഏറ്റവും വലിയൊരു ഭാഗ്യം എന്താന്ന് പറഞ്ഞാൽ നമ്മളൊരു സഖാഫിയായി. അങ്ങനെയാണ്. ഇനിയിപ്പോ സഖാഫി അല്ലെങ്കിൽ തന്നെ നമ്മൾ ഉസ്താദിന്റെ ആളുകളായി എന്നത് നമുക്ക് വലിയ സന്തോഷമാണ്. ഉസ്താദിന്റെ മനസ്സെന്താണ്? സുൽത്താനുലമാന്റെ മനസ്സ് സുബ്ഹാനല്ലാഹ്. ഞങ്ങളിപ്പോ ഓർക്കാണ്, കർണാടകയില് എല്ലാ സഖാഫികളെയും ഒരുമിച്ചു കൂട്ടിയിട്ടൊരു സഖാഫി സംഗമം നടന്നു. ഉസ്താദ് അവിടെ വന്നു. അപ്പൊ ഇങ്ങനെ ക്ലാസ് ഉസ്താദ് ഇങ്ങനെ സംസാരിക്കുമ്പോ ഇങ്ങനെ ഓരോ കാര്യങ്ങൾ ഇങ്ങനെ പറയുമ്പോ അപ്പൊ നമ്മളിങ്ങനെ മുന്നിലൊന്ന് പോയിരിക്കുമല്ലോ. ഉസ്താദ് വരുമ്പോൾ മുന്നിലിരിക്കും. കാരണം എന്താ? ഒന്ന് കണ്ടോട്ടെ എന്ന് പറഞ്ഞു. ഒന്ന് ഉസ്താദ്, നമ്മൾ ഉസ്താദിനെ അങ്ങോട്ട് കാണൽ മാത്രല്ല, ഉസ്താദ് ഒന്ന് നമ്മൾ ഇങ്ങോട്ടൊന്ന് കാണണം. അപ്പോഴും വലിയൊരു അങ്ങനെയാണല്ലോ. നമ്മൾ എവിടെയെങ്കിലും ഇരുന്നിട്ട് പോയാൽ പിന്നെ ഉസ്താദിന് ചിലപ്പോ അങ്ങനെയാണല്ലോ. അപ്പൊ അങ്ങനെയാണ്, നമ്മൾ വന്നതൊന്നും അറിഞ്ഞോണമെന്നില്ല. അപ്പൊ നമ്മളിങ്ങനെ എവിടെ ആണെങ്കിൽ തന്നെ ഇന്നിങ്ങനെ ഒന്ന് കണ്ടോട്ടെ. അപ്പൊ നമ്മൾ ഉസ്താദ് വരുന്നിടത്ത് നമ്മൾ മുന്നിലിരിക്കും. അപ്പൊ ഇരുന്നപ്പോ ഉസ്താദ് അവിടെ നിന്ന് ഇങ്ങനെ പറയാം, വഅദ് പറയണു അല്ലേ, എന്നിട്ട് ഞങ്ങളോട് പറയാ, വഅദ് പറഞ്ഞിട്ട് വീടില്ലാത്ത സഖാഫികൾക്ക് വീടുണ്ടാക്കി കൊടുക്കണമെന്നാ പറയണം. ഉസ്താദ് അപ്പുറം മാറ്റർ ആകണം. വീടൊക്കെ ആയില്ലേ? വീടൊക്കെ ആയി. അപ്പൊ വഅദ് പറഞ്ഞിട്ട് വീടില്ലാത്ത എത്രയോ സഖാഫികളുണ്ട്, അവർക്ക് വീടുണ്ടാക്കി കൊടുക്കണം. വീടിൽ പിന്നെ രോഗികളായ എത്രയോ സഖാഫികളുണ്ട്, അവർക്ക് പിന്നെ ചികിത്സക്ക് വേണ്ടതൊക്കെ ചെയ്തു കൊടുക്കണം. ആണ്ട ഉസ്താദിന്റെ ചിന്ത അപ്പോഴും അങ്ങനെയാണ്. അള്ളാഹു ആ തണല് കുറെ കാലം നമുക്ക് നിലനിർത്തി തരട്ടെ. അത് എന്തുകൊണ്ടാണ്? സലീമായ കൽബ്. ആ കൽബാണ് ഇയാൾക്ക് ഉണ്ടായതെന്ന ഉമ്മ പറഞ്ഞ മോനെ കുറിച്ച്. അത് നമ്മിൽ പലർക്കും ഇല്ലാണ്ടാകണ ഒന്നാണ്. അത് ഉണ്ടാക്കിയെടുക്കണം. അത് ഞാൻ നേരത്തെ പറഞ്ഞത്. നിങ്ങളിപ്പോ ചിലപ്പോ ഞാനിപ്പോ ഈ ഉസ്താദിനെ കുറിച്ച് അവരെ ഉമ്മ പറയാൻ പോകുന്ന കാര്യം ഖത്മിന്റെ എണ്ണായിരിക്കും, ദിക്ർ ചൊല്ലി വെച്ചത്. അതൊന്നുമല്ല. എന്റെ മോന്റെ 2 സ്വഭാവമാണ് ഞാൻ മനസ്സിലാക്കിയത് ഉമ്മ ഈ തങ്ങളോട് പറഞ്ഞു. ആ 2 സ്വഭാവവും ഖൽബുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ളതാണ്. എന്താണെന്നറിയോ? 2 സ്വഭാവം. ആ 2 സ്വഭാവം പറഞ്ഞ് ഞാൻ എന്റെ ഇന്നത്തെ വേല അവസാനിപ്പിക്കാൻ. അത് പറയാതെ അവസാനിപ്പിച്ചാലോ? ഉണ്ടല്ലേ? അത് പറഞ്ഞ് അവസാനിപ്പിക്കുക. അല്ലാഹു ഞങ്ങളെ ഖബൂൽ ചെയ്യട്ടെ. ആ 2 സ്വഭാവം, ആ 2 സ്വഭാവം കൽബുമായി. അതങ്ങനെ തന്നെയല്ലേ മുത്തനബി സല്ലല്ലാഹു അലൈഹി വസല്ലം നിങ്ങൾ ഇങ്ങനെ കാണിച്ചിട്ട്, ഒരു സ്വഹാബിയെ കാണിച്ചിട്ട് സ്വർഗത്തിലേക്ക് പോകാൻ ആഗ്രഹമുള്ള ആളെ കാണണം ആഗ്രഹം ഉണ്ടെങ്കിൽ
അയാളെ കണ്ടോളൂ എന്ന് പറഞ്ഞില്ലേ? അപ്പൊ പലരും കൂടെ നടന്നില്ലേ? എന്താ നടന്നേ? എന്താ സ്പെഷ്യൽ എന്തോ ഉണ്ടാവും മൂപ്പരടുത്ത്. സ്പെഷ്യൽ എന്ന് പറഞ്ഞാൽ ഭയങ്കരാണല്ലോ. അതിനാണ് ഇപ്പൊ എന്തിനും പോയാലും സ്പെഷ്യൽ വേണമെന്നാ ചോദിക്കാം. പമ്പിലെത്തിയാലും സ്പെഷ്യൽ വേണമെന്നാ ചോദിക്കാം. അവിൽ മിൽക്കിന്റെ കടയിൽ എത്തിയാലും സ്പെഷ്യൽ ആണോ എന്നാ ചോദിക്കാം. അപ്പൊ വലിയ സ്പെഷ്യലാണ്. അപ്പൊ എന്തെങ്കിലും ഒരു സ്പെഷ്യൽ എല്ലാരും ചെയ്താൽ വലിയ സ്പെഷ്യാലിറ്റി ഉണ്ടാവില്ല. ഇനി എന്തെങ്കിലും ഒരു സ്പെഷ്യൽ ഉണ്ടാകണം. അപ്പൊ ചോദിച്ചു എന്താണ്? കൂടെ കുറെ നടന്നു, ഒന്നുമില്ല. ആ സ്വഹാബി പറഞ്ഞെന്താ? ഞാൻ എന്റെ കൽബ് കൊണ്ട് ഒരാളെ വെറുത്തിട്ടില്ല, അത് മാത്രമേ ഉള്ളൂ. വേറെന്താ? വേറെ നിങ്ങളൊക്കെ ചെയ്യണത് തന്നെയാണ്. വേണ്ട, അതുണ്ടാക്കിയെടുക്കണം. അതത്രയും എളുപ്പമല്ല. ആ സ്വഭാവം കൽബ് കൊണ്ടുണ്ടാക്കിയെടുക്കാനാണ് നമ്മൾ നിസ്കരിക്കേണ്ടത്, നമ്മൾ ഖുർആൻ ഓതേണ്ടത്, നമ്മൾ ദിക്റ് ചൊല്ലേണ്ടത്. അതാ പുതിയ വർഷത്തിന്റെ തുടക്കത്തിലല്ലേ ഞങ്ങളുള്ളത്. ഈ സദസ്സിൽ നിന്ന് പിരിയുമ്പോൾ ആ ഒരു നല്ല മനസ്സുണ്ടാക്കിയെടുക്കാൻ വേണ്ടി ശ്രമിക്കണോ? ഇത് ഞാൻ എന്നോടും നിങ്ങളോടും സാന്ദർഭികമായി ഓർമ്മപ്പെടുത്തി ഞാൻ എൻ്റെ വാദം നിർത്തുന്നു. എന്താണ് ആ രണ്ട് സ്വഭാവം? ഉമ്മ പറയാണ്, തങ്ങളെ എൻ്റെ മകൻ കുറച്ചേ കഴിക്കുള്ളൂ. കുറെ ഭക്ഷണം മേശപ്പുറത്ത് കൊണ്ടുവന്ന് വെച്ചാലും എൻ്റെ മകനെ ഞാൻ ശ്രദ്ധിച്ചിട്ടുണ്ട്. ഞാനല്ലേ അവൻ്റെ ഉമ്മ, ഞാനല്ലേ അവനെ പ്രസവിച്ചത്, ഞാനല്ലേ അവനെ പോറ്റി വളർത്തിയത്, ഞാനല്ലേ അവന് ഭക്ഷണം കൊടുത്തത്. അതാ അവൻ്റെ സ്വഭാവമാണ്, കുറച്ചേ കഴിക്കുള്ളൂ. പക്ഷേ കുറച്ച് കഴിച്ചിട്ട് ബാക്കി കുറച്ചങ്ങെടുത്ത് വെക്കൂ. എന്നിട്ടോ ഭക്ഷണം ആവശ്യമുള്ളവർക്ക് കൊണ്ടുപോയി ഭക്ഷണം കൊടുക്കൂ, മനുഷ്യർക്ക് കൊടുക്കൂ, ജീവികൾക്ക് കൊടുക്കൂ. ഇനി രണ്ടാമത്തെ സ്വഭാവം എന്താണ്? അതേ പള്ളിയിൽ നിന്ന് മാസം മാസം കിട്ടുന്ന സംഖ്യ അത് കൂട്ടാൻ ചോദിച്ച് വാങ്ങിയ ചരിത്രം എൻ്റെ മകന്റെ ജീവിതത്തിലില്ല. അത് കുറഞ്ഞു പോയി എന്ന പരാതിയും ഉണ്ടായിട്ടില്ല. കിട്ടുന്നതോ ചെറിയ സംഖ്യയാണ്. അത് അവർക്കും അവരെ കുടുംബത്തിനും തന്നെ തികയുന്നില്ല. എന്നാലും അത്യാവശ്യമുള്ളതിന് വേണ്ടി മാത്രം എടുത്തു വെച്ച് ബാക്കിയുള്ള ചെറിയ ചെറിയ തോതിലെങ്കിലും ആവശ്യമുള്ളവർക്ക് കൊടുത്ത് സഹായിക്കൂ, പാവങ്ങളെ സഹായിക്കൂ. അത് കൊടുക്കുന്നത് ചിലപ്പോൾ ഒരാൾക്ക് 100 രൂപയായിരിക്കും. എന്നാലും പതിവ് പോലെ അങ്ങനെ പലതും കൊടുത്തത് ഞാൻ അറിഞ്ഞിട്ടുണ്ട്. ചോദിക്കട്ടെ, ഇതാർക്കാണ് ചെയ്യാൻ കഴിയുക? നല്ല മനസ്സുള്ളവർക്കല്ലേ ചെയ്യാൻ കഴിയുക. ഞാൻ ഭക്ഷണം കഴിച്ചാൽ മാത്രം പോരാ, മറ്റുള്ളവരും ഭക്ഷണം കഴിക്കണം. അതെ, ഞാൻ മനസ്സമാധാനത്തോടെ ജീവിച്ചാൽ മാത്രം പോരാ, അവരും ജീവിക്കണം എന്ന നല്ല മനസ്സുള്ളവർക്കല്ലേ ഇത് ചെയ്യാൻ കഴിയുക. ആ നല്ല മനസ്സുണ്ടായത് കൊണ്ടല്ലേ ഒരു നല്ല മരണം കിട്ടിയത്. അത് വെറുതെയല്ലല്ലോ. അതുകൊണ്ടാണല്ലോ യൂസുഫ് നബി അലൈഹിസ്സലാം അല്ലാഹുവിനോട് ദുആ ചെയ്തത്, തവഫനി മുസ്ലിമൻ വ അൽഹിഖ്നി ബിസ്സാലിഹീൻ. ഓ, എന്നെ ഒന്ന് മുസ്ലിമായി മരിപ്പിച്ചിട്ട് സ്വാലിഹീങ്ങളെ കൂടെ എന്നെ ചേർക്കണേ അല്ലാഹ്. ആ നല്ല മനസ്സുണ്ടാക്കിയെടുക്കാൻ ഞാനും നിങ്ങളും ശ്രമിക്കണമെന്ന് മാത്രം ഈ സമയം ഞാൻ എൻ്റെ അമ്മാരത്തായ നഫ്സിനോടും നിങ്ങളോടും ഓർമ്മപ്പെടുത്തി ഞാൻ എൻ്റെ വാദം നിർത്തുന്നു. ലാ ഉഖ്സിമു ബിയൗമിൽ ഖിയാമ വലാ ഉഖ്സിമു ബിന്നഫ്സിൽ ലവ്വാമ. ഓ, നമ്മുടെ ശരീരവും നമ്മുടെ ആത്മാവും ഒരു നല്ല സ്വഭാവം ശീലിക്കുന്നതാകണോ. പല നിലക്കുള്ള ആത്മാവില്ലേ, പല നിലക്കുള്ള ശരീരമില്ലേ. ഖുർആനിൽ അല്ലാഹു തആല ചില ആത്മാവിനെ കൊണ്ട് സത്യം ചെയ്ത് പറഞ്ഞില്ലേ, ലാ ഉഖ്സിമു ബിയൗമിൽ ഖിയാമ. അവിടെ ലാ ഉഖ്സിമു ബിയൗമിൽ ഖിയാമ എന്ന് പറഞ്ഞാൽ സത്യം ചെയ്യൂല എന്നല്ല, സത്യം ചെയ്യൂന്നാണ്. ആ ലാ എന്ന് പറഞ്ഞതിന് അല്ല നല്ല അർത്ഥം. അതിപ്പോ ഞാൻ ഇവിടെ വിശദീകരിക്കേണ്ട ആവശ്യമില്ല. ഇവിടെ ഇരിക്കുന്നവരൊക്കെ വലിയ വിവരമുള്ള പണ്ഡിതന്മാരാണ്, അവർക്ക് നന്നായി അതിനെ കുറിച്ച് അറിയാം. ഞാൻ സാധാരണക്കാർക്ക് വേണ്ടി ഞാനത് പറഞ്ഞു എന്നുള്ളൂ.
ലാ ഉഖ്സിമു ബിയൗമിൽ ഖിയാമ, ഖിയാമത്ത് നാൾ കൊണ്ട് ഞാൻ സത്യം ചെയ്തു പറയുന്നു. അല്ലാഹ് പറയാണ് അത് ഖിയാമത്ത് നാൾ അത്രയും ഗൗരവമുള്ള വിഷയമാണ്. ഇനി രണ്ടാമതായി അല്ലാഹ് സത്യം ചെയ്ത് പറഞ്ഞതോ വലാ ഉഖ്സിമു ബിന്നഫ്സിൽ ലവ്വാമ, അതേ ലവ്വാമത്താകുന്ന ആത്മാവ് വേണം. എന്താണ് ലവ്വാമത്താകുന്ന ആത്മാവ്? ആത്മാവിന്റെ പ്രത്യേകത അത് കുറ്റബോധമുള്ളതാണ്, അത് ആക്ഷേപിക്കുന്നതാണ്. ഒരു തെറ്റ് ചെയ്താൽ കുറ്റബോധമുണ്ടാകണം. അത് തെറ്റിനെ ചെറുതായി കാണരുത്. അതാ ഞാൻ നേരത്തെ പറഞ്ഞത്. തെറ്റ് വന്നു പോകാം, സ്വാഭാവികമാണ്. ഞങ്ങൾ അമ്പിയാക്കളല്ല, ഉമ്മമാരെ മുർസലീങ്ങളല്ല, മലക്കുകളല്ല, ആഖിറുസ്സമാനിൽ ജീവിക്കുന്നവരാണ് ഞങ്ങൾ. തെറ്റുകൾ വന്നു പോകാം. ആർക്കും തെറ്റ് സംഭവിച്ചതിന്റെ പേരിൽ ആരെയും കുറ്റപ്പെടുത്താൻ അവകാശമില്ല, ന്യൂനതകൾ പരസ്യപ്പെടുത്താൻ അവകാശമില്ല. അത് മറച്ചു വെക്കണം. അത് മറച്ചു വെക്കാൻ അല്ലാഹുവിനോട് ദുആ ചെയ്യണം. അങ്ങനെയാണ് റബ്ബേ എന്റെ പാപവും എന്റെ കൂട്ടുകാർ ചെയ്ത പാപം നിങ്ങൾക്ക് നീ മറച്ചു വെക്കണേ അല്ലാ എന്ന് റബ്ബിനോട് ദുആ ചെയ്യണം. അതാണ് നല്ല സ്വഭാവം. എന്നാൽ ആ തെറ്റുകളൊക്കെ ജീവിതത്തിൽ വന്നാലും വലാ ഉഖ്സിമു ബിന്നഫ്സിൽ ലവ്വാമ, നല്ല കുറ്റബോധം വേണം. റബ്ബേ തെറ്റ് വന്നു പോയല്ലോ, തെറ്റ് ചെയ്തതിന് ശേഷം ഒരു കുറ്റബോധമുണ്ടോ? മനസ്സിൽ ഈമാനുണ്ടെന്നാണ് അതിന്റെ അർത്ഥം. പക്ഷെ കുറ്റബോധമൊന്നുമില്ല. എത്രയാണ് തെറ്റുകൾ സംഭവിക്കുന്നത്, പക്ഷേ കുറ്റബോധമൊന്നുമില്ല. അതൊരു വിഷയം തന്നെയല്ല. അങ്ങനെയാണെങ്കിൽ അങ്ങനെയുള്ളൊരു മനസ്സിന്റെ ഉടമയാണോ? എന്നാൽ അത്തരക്കാരെ ഭയക്കണം, പേടിക്കണം. കാരണം അന്നഫ്സുൽ ലവ്വാമ, തെറ്റ് വന്നു പോയാൽ സ്വന്തത്തെ കുറ്റപ്പെടുത്തുന്ന ആത്മാവാകണം. ഇതുപോലെ തന്നെ ഒരു ദിവസത്തെ ജമാഅത്ത് നിസ്കാരം നഷ്ടപ്പെട്ടു പോയാൽ അതിന്റെ പേരിൽ ഖേദിക്കുന്ന ആത്മാവാകണം. ഒരു നല്ലത് ചെയ്യുന്നത് മുടങ്ങിപ്പോയാൽ അതിന്റെ പേരിൽ ഖേദിക്കുന്ന ആത്മാവാകണം. ഉമ്മമാരെ, എന്നും തഹജ്ജുദ് നിസ്കരിക്കുന്ന ഉമ്മയാണ്. ഒരു ദിവസം തഹജ്ജുദ് അങ്ങ് നഷ്ടപ്പെട്ടു പോയാൽ സാരല്ല, എന്നും നിസ്കരിക്കണതല്ലേ, ഒരു ദിവസമല്ലേ പോയിട്ടുള്ളൂ എന്ന് വിലയിരുത്തുന്നതിനേക്കാളും അന്നഫ്സിൽ ലവ്വാമ, റബ്ബേ ഇന്നത്തെ തഹജ്ജുദ് നഷ്ടപ്പെട്ടു പോയല്ലോ എന്ന് കരുതി സ്വന്തത്തെ കുറ്റപ്പെടുത്തുന്ന ആത്മാവുണ്ടാകണം. അങ്ങനെയുള്ള ആത്മാവിനെ ഉണ്ടാക്കിയെടുക്കാൻ ശ്രമിക്കണോ? ഇത് ഞാൻ എന്നോടും നിങ്ങളോടും ഓർമ്മപ്പെടുത്തി ഞാൻ എൻ്റെ സംസാരം അവസാനിപ്പിക്കുകയാണ്. ഒരുങ്ങണം, നാളേക്ക് വേണ്ടി ഒരുങ്ങണം. നാളേക്ക് വേണ്ടി എല്ലാം ചെയ്തു വെക്കണം. അഹ്നഫ് റളിയല്ലാഹു അൻഹു വലിയ മഹാനാണ്. നല്ല പ്രായമുണ്ട്. ജീവിതത്തിന്റെ അവസാന നിമിഷം, കുറെ കാലം ജീവിച്ചു, നല്ല വയസ്സുണ്ട് അഹ്നഫ് റളിയല്ലാഹു അൻഹുവിന്. പക്ഷേ എത്ര പ്രായമായിട്ടു നോമ്പ് പിടിക്കണത് നിർത്തിയിട്ടില്ല. ഞാൻ മാസങ്ങൾക്ക് മുമ്പ് ലക്ഷദ്വീപിൽ വാദിന് ചെന്നു. ആ ലക്ഷദ്വീപിൽ വാദിന് ചെന്നപ്പോ കവരത്തി ദ്വീപിൽ വാദിന് ചെന്നു. കവരത്തി അല്ല, അഗത്തി ദ്വീപിൽ വാദിന് ചെന്നു. അവിടെ വാദിന് ചെന്നപ്പോ ഒരു വീട്ടിൽ ഭക്ഷണത്തിന് പോയി. എന്റെ ഉമ്മമാർ മനസ്സിലാക്കാൻ വേണ്ടി ഞാൻ പറയാം. ഭക്ഷണത്തിന് ചെന്നപ്പോ അവിടെ ആ വീട്ടുകാരൻ പറഞ്ഞു, ഉസ്താദ് ഇവിടെ പ്രായമുള്ള ഒരു ഉമ്മാമ ഉണ്ട്, അപ്പൊ പ്രായമുള്ളവരെ കൊണ്ട് ദ്വാർപ്പിക്കാലോ, അവരെ ദുആക്ക് ഇജാബത്തുണ്ട്. കാരണം അവർ അള്ളാഹിനോട് ചോദിച്ചാൽ അവർക്ക് അള്ള കൊടുക്കാതിരുന്ന അള്ളക്ക് തന്നെ ഒരു ഹയാ എന്ന് അങ്ങനെയാണ് പറയാ. അതിനെന്താ പ്രയോഗം നടത്താന്ന് എനിക്കറിയില്ല. അങ്ങനെ പറയാം, അള്ളാഹ്ക്ക് തന്നെ കൊടുക്കാതിരുന്നാല് ഉണ്ട്. ചില ആളുകൾ നമ്മോട് ചോദിച്ചാൽ അങ്ങനെയാണല്ല. ചില ആളുകൾ ചോദിച്ചാൽ കൊടുക്കാതിരുന്നാൽ നമുക്ക് സന്തോഷം ഉണ്ടാവുള്ളൂ, അങ്ങോട്ട് കൊടുത്തില്ലെങ്കിൽ അങ്ങനെ ഉണ്ടാവും. അപ്പോ പ്രായമുള്ളവരെ കൊണ്ട് ദ്വാരിപ്പിക്കുക അങ്ങനെയാണ്. അത് അള്ളാഹ് ഉത്തരം തരും. കാരണം അവര് ചോദിച്ചാൽ അള്ളാഹിന്റെ അടുത്ത് അവർക്ക് വലിയ ബഹുമാനാണ്. അതുകൊണ്ടാണ് 80 വയസ്സുള്ളവരുണ്ടോ ഈ കൂട്ടത്തിൽ? ആരെങ്കിലും 80 വയസ്സായവരുണ്ടോ? ഇല്ല, 90 ആയിട്ടുള്ളൂ, 80 ആയിട്ടില്ല എന്നാ അവരെ. ആയിക്കോട്ടെ, 80 വയസ്സായാൽ അള്ളാഹ് എല്ലാം പുറത്തു കൊടുക്കുന്ന അതിന്റെ അർത്ഥം. അങ്ങനെ അള്ളാഹ് നമുക്ക് കുറെ കാലം ജീവിക്കാൻ ഭാഗ്യം തരട്ടെ. അപ്പൊ ആ വീട്ടിൽ ഉമ്മാമാനെ കൊണ്ട് ദ്വാരിപ്പിക്കാലോ പ്രായമുള്ള. അപ്പൊ എനിക്കുണ്ടായിരുന്നു 96 വയസ്സ് വരെ ജീവിച്ച വല്യമ്മ ഉണ്ടായിരുന്നു. അള്ളാഹ് മരിച്ചുപോയി, അള്ളാഹ് പുറത്തു കൊടുക്കട്ടെ. നമ്മളെ ഉമ്മമാർക്ക് വല്യമ്മമാർക്കൊക്കെ വല്യപ്പമാർക്കൊക്കെ അള്ളാഹ് പുറത്തു കൊടുക്കട്ടെ. അപ്പൊ ഞാൻ ചോദിച്ചു എത്രയാണ് വയസ്സെന്ന് ചോദിച്ചു. 102 വയസ്സാണ് ഉമ്മമാരെ, 102 വയസ്സാണ്. എന്നിട്ട് ഞാൻ മെല്ലെ ദ്വാരക്കാൻ പറഞ്ഞപ്പോ
അപ്പോഴാണ് ആ വീട്ടിൽ നിന്ന് ഇങ്ങനെ മരന്റെ അപ്പുറത്തുനിന്ന് സ്ത്രീകൾ ഇങ്ങനെ പറയാണ്, ഉസ്താദേ റമളാൻ ഫുള്ള് നോമ്പ് നോറ്റിക്കണു. 102 വയസ്സായിട്ട് റമളാന് ഫുള്ള് നോമ്പ് നോറ്റു ഉണ്ടാ. അപ്പൊ ഞാൻ അത് കേട്ടപ്പോ തന്നെ അന്തം വിട്ടുപോയി. പക്ഷെ അതിനേക്കാൾ അപ്പുറം അന്തം വിടാനുള്ള സംഭവമാണ് പിന്നെ ഈ ഉമ്മാമ പറയണം എന്നോട്. എന്നിട്ട് ഉമ്മാമ എന്നോട് പറയാം, ഉസ്താദേ റമളാൻ നോമ്പ് മാത്രല്ല ശവ്വാലിന്റെ 6 കൂടി നോറ്റിക്കണു. ശവ്വാലിന് ശേഷമല്ലേ നമ്മളെ കൂട്ടത്തിൽ എത്ര ആളാ ശവ്വാലിന്റെ 6 നോറ്റ്? അത് തുടക്കത്തിൽ നോക്കാതിരുന്ന റമളാൻ കഴിഞ്ഞാൽ പെരുന്നാൾ കഴിഞ്ഞാൽ പിറ്റേന്ന് പള്ളി. ഇതിപ്പോ ബലി പെരുന്നാളിന്റെ കാര്യമല്ല പറഞ്ഞത്, ചെറിയ പെരുന്നാളിന്റെ. അപ്പൊ അത് പെരുന്നാൾ കഴിഞ്ഞിട്ട് പിറ്റേന്ന് പള്ളിക്ക് വരുമ്പോ ചിലപ്പോൾ അങ്ങോട്ടും ഇങ്ങോട്ടും മുഖം നോക്കിയിട്ട് ചോദിക്കേണ്ട ഒരു ചോദ്യമുണ്ട്, നോമ്പുണ്ടാക്കും? റമളാന്റെ ആരും ചോദിക്കൂല, കാരണം അതിപ്പോ നോമ്പുള്ള തന്നെയല്ലേ. ഈ ശവ്വാലിന്റെ നോമ്പാകുമ്പോ ചോദിക്കും അങ്ങോട്ടും ഇങ്ങോട്ടും നോമ്പുണ്ടോ. അടുത്ത വീട്ടുകാരാണ്, അയൽവാസികളാണ്, സ്ത്രീകൾ അങ്ങോട്ടും ഇങ്ങോട്ട് ചോദിക്കും. ആയിഷ ഫാത്തിമ അങ്ങോട്ടും ഇങ്ങോട്ട് ചോദിക്കും, നോമ്പുണ്ടാക്കും ചോദിക്കും. ഉണ്ട്. പിന്നെ നോമ്പും കാലം അനുഷ്ഠിച്ചില്ലെങ്കിൽ പിന്നെ പറയും, നോമ്പ് അനുഷ്ഠിക്കാത്തവൻ പറയും എന്താ പറയും, ഇപ്പൊ ഉസ്താദ് പറഞ്ഞേക്കണോ എന്താ അത് ശവ്വാൽ അവസാനിക്കണ മുമ്പ് എപ്പോഴെങ്കിലും നോറ്റാ മതി എന്നാ ഇപ്പൊ പറഞ്ഞേക്കണെന്ന്. അത് അവസാനിക്കണേ ഉള്ളൂ, നോമ്പ് നോക്കണ്ടാവൂല. പക്ഷെ ഈ ഉമ്മാമ വല്യമ്മ 102 വയസ്സുണ്ടായിട്ട് ആ വല്യമ്മ എന്നോട് ഇങ്ങോട്ട് പറയാണ്, ഉസ്താദേ റമളാൻ നോമ്പ് മാത്രല്ല പിന്നെ ശവ്വാലിൽ 6 നോമ്പ് നോറ്റിക്കണു. 102 വയസ്സാണ്. ആ നല്ലവരെല്ലാവരും കഴിഞ്ഞു പോകുമ്പോൾ നമ്മൾ ഭയക്കണം. അതാണ് അവലം യറൗ അന്നാ നഅതിൽ അർള നൻഖുസുഹാ മിൻ തുറാഫിഹാ. ഓ ഉമ്മമാരെ, ഖുർആൻ പറഞ്ഞില്ലേ, അല്ലാഹ് പറഞ്ഞില്ലേ, ഞാനതാ ഭൂമിയെ ചുരുക്കുമെന്നാണ് അല്ലാഹ് പറഞ്ഞത്. എന്താണ് ഈ ഭൂമിയെ ചുരുക്കുമെന്ന് പറഞ്ഞാൽ, പഴയ കാന്തപുരമല്ല ഇന്നത്തെ കാന്തപുരം, പഴയ താമരശ്ശേരിയല്ല ഇന്നത്തെ താമരശ്ശേരി, പഴയ കോഴിക്കോട് ജില്ലയല്ല ഇന്നത്തെ കോഴിക്കോട് ജില്ല, പഴയ വയനാടല്ല ഇന്നത്തെ വയനാട്, പഴയ വൈത്തിരിയല്ല ഇന്നത്തെ വൈത്തിരി, എല്ലാം പുരോഗമിച്ചു കഴിഞ്ഞു. പക്ഷേ അല്ലാഹ് പറയാണ്, ഞാൻ ഭൂമിയെ ചുരുക്കും കേട്ടോ. അതിന്റെ അർത്ഥം അതേ ഭൂമിയുടെ വിശാലത കുറയൂന്നല്ല, അതേ നല്ല നല്ല റോഡുണ്ടാവൂല എന്നല്ല. ഇപ്പൊ മംഗലാപുരത്ത് നിന്ന് എത്ര നല്ല ഹൈവേയാണ്, സുബ്ഹാനല്ലാഹ്, തിരുവനന്തപുരം വരെ. പക്ഷേ ഞാൻ പറയട്ടെ, അപ്പറഞ്ഞതിന്റെ അർത്ഥം എന്താണ്? ഭൂമിയെ ഞങ്ങൾ ചുരുക്കുമെന്ന് അല്ലാഹ് പറഞ്ഞതിന്റെ അർത്ഥം എന്താണ്? ഭൂമിയുടെ ബറക്കത്ത് ഇങ്ങനെ ചുരുങ്ങി ചുരുങ്ങി പോകും. എങ്ങനെയാണ് ഭൂമിയുടെ ബറക്കത്ത് ചുരുങ്ങുന്നത്? ഒന്ന് ആലിമീങ്ങൾ വിട പറയലുകൊണ്ടാണ്. വഅഹ്ലിൽ ഖൈരി വസ്വലാ, നല്ലത് കുറെ ചെയ്ത് ജീവിച്ച പഴയ ആളുകൾ എവിടെ? പഴയ ആളുകളെ കാണുന്നില്ല, പഴയ ഉമ്മാമ്മമാരെ കാണുന്നില്ല, പഴയ ഉപ്പാപ്പമാരെ കാണുന്നില്ല. ആ പഴയ ഉമ്മാമ്മമാര് ജീവിച്ചതുപോലെ അത്രയും തഖ്വയോടെ ജീവിക്കുന്ന ആ ഉമ്മാമ്മമാരുടെ മക്കളെ കാണുന്നില്ല, ഉപ്പാപ്പമാരുടെ മക്കളെ കാണുന്നില്ല, പേരമക്കളെ കാണുന്നില്ല. അവരെല്ലാം പോയി കഴിഞ്ഞാൽ ഭൂമിയിലെ ബറക്കത്ത് ഇങ്ങനെ കുറഞ്ഞു കുറഞ്ഞു വരൂന്ന് ഖുർആനിൽ അല്ലാഹ് പറഞ്ഞതാണ്. അതുകൊണ്ട് ഞാൻ പറയട്ടെ, അഹ്നഫ് റളിയല്ലാഹു അൻഹു കുറെ വയസ്സായിട്ട് പോലും മഹാനവരികൾ നോമ്പനുഷ്ഠിക്കുകയാണ്. അപ്പൊ ആളുകളൊക്കെ വന്നിട്ട് ചോദിച്ചു, അല്ല അഹ്നഫ് തങ്ങളെ, നോമ്പ് നിങ്ങളെ ദുർബലമാക്കുമല്ലോ, നിങ്ങൾക്ക് നല്ല വയസ്സുണ്ടല്ലോ, എന്തിനാണ് നിങ്ങൾ നോമ്പനുഷ്ഠിക്കുന്നത്? ഉടനെ മഹാനവരികൾ പറഞ്ഞത്, ഞാൻ പ്രാക്ടീസ് ചെയ്യാണ്, ഞാനൊന്ന് റെഡിയാവുകയാണ്, ഞാനൊന്ന് ഒരുങ്ങുകയാ. എല്ലാരും ചോദിച്ചു, നാട്ടാര് ചോദിച്ചു, എന്തിനാണ് ഒരുങ്ങുന്നത്? നോമ്പനുഷ്ഠിച്ചിട്ട് എന്തൊരുക്കമാണ്? അഹ്നഫ് തങ്ങൾ പറഞ്ഞ മറുപടി, ലിസഫരിൻ ത്വവീൽ, ലിസഫരിൻ ത്വവീൽ, ലിസഫരിൻ ത്വവീൽ. ഒരു ദീർഘമായ യാത്രയില്ലേ, അത് ലണ്ടനിലേക്കുള്ള യാത്രയല്ല, ന്യൂയോർക്കിലേക്കുള്ള യാത്രയല്ല, യൂറോപ്യൻ നാടുകളിലേക്കുള്ള യാത്രയല്ല. സാധുവായ ഞാൻ ലണ്ടനിലേക്ക് യാത്ര ചെയ്യുമ്പോൾ അവിടെ കർണാടക കൂട്ടായ്മ വാലിന് ക്ഷണിച്ചപ്പോൾ ഞാൻ അവിടെ പോയതാണ്. ഏകദേശം 15 മണിക്കൂറോളം സമയം അതാ ഫ്ലൈറ്റുകൾ മാറി യാത്ര ചെയ്താലേ അവിടെ എത്തുകയുള്ളൂ. എന്നാൽ അതാണോ ദീർഘയാത്ര? അല്ല. അതിനേക്കാൾ വലിയ യാത്രയാണോ? അല്ല. ഇവിടെയുള്ള യാത്രകളൊന്നുമല്ല, അത്രയും ദൈർഘ്യമുള്ള യാത്രയാണ് ഈ ദുനിയാവിൽ നിന്ന് വിട പറയുമ്പോൾ ഉള്ളൊരു യാത്ര. ആ
ആ യാത്രയുടെ ഫൈനൽ ഡെസ്റ്റിനേഷൻ എവിടെയാണ്? അൽ ജന്നത്തു അമിന്നാർ. ഒന്നിരിക്കലോ സ്വർഗമാണ്, അമിന്നാർ അല്ലെങ്കിൽ നരകമാണ്. അതാണ് ഹനഫ് തങ്ങളെ മറുപടി. നാട്ടുകാര്, ഇത്രയും വയസ്സായിട്ട് നോമ്പ് എന്നെ ദുർബലമാക്കുമെന്ന് എനിക്കറിയാം, എന്റെ ശരീരത്തിന് പ്രയാസമാണെന്നറിയാം. എന്നാലും ഞാൻ നോമ്പ് അനുഷ്ഠിക്കാനുണ്ടായ കാരണം അതാ ലിസഫരിൻ ത്വബീൽ, ഒരു ദീർഘമായ യാത്രക്ക് വേണ്ടി ഞാനങ്ങ് നോമ്പ് പിടിച്ചിട്ട് ഒരുങ്ങുകയാണ്. അതുകൊണ്ട് സൽക്കർമ്മങ്ങൾ ധാരാളം ചെയ്ത് അദീർഘമായ യാത്രക്ക് വേണ്ടി ഒരുങ്ങിക്കോ. വണ്ടി റെഡിയാണ്. ഇനി പുതിയ വാഹനം ഷോറൂമിൽ നിന്ന് ഇറങ്ങാനുണ്ടെന്ന്. ഓ, ഷോറൂമിൽ നിന്ന് വാഹനം ഇറക്കിയവരെ പ്രതീക്ഷിക്കേണ്ടതില്ല. വണ്ടി അതാ റെഡിയാണ്. ഇനി കയറി പോകാനുള്ളൂ. അതാളുകൾ നമ്മളെ കയറ്റി കിടത്താനേ ഉള്ളൂ. ഇത് ഞാൻ എന്നോടും നിങ്ങളോടും ഓർമ്മപ്പെടുത്തി ഞാൻ എൻ്റെ വാദം നിർത്തുന്നു. അർഹമുർ റഹീമീനായ അല്ലാഹ്, സാധുക്കളായ ഞങ്ങൾക്കതിന് തൗഫീഖ് ചെയ്യണം റഹ്മാനേ. ഒരു നല്ല ഒരുക്കം ഒരുങ്ങിയിട്ട് ജീവിക്കാൻ നീ ഞങ്ങൾക്ക് എല്ലാവർക്കും ഭാഗ്യം നൽകണം റഹ്മാനെ. അതിനുവേണ്ടി ഞങ്ങളെ ഇൽമിന്റെ സദസ്സ് നീ അതിനുള്ളതാക്കണം റഹ്മാനെ. ഞങ്ങളെ പള്ളികൾ അതിനുള്ളതാക്കണം റഹ്മാനെ. ആ പള്ളിക്ക് വേണ്ടി സഹായിച്ചതെല്ലാം ആ ദീർഘമായ യാത്രക്ക് ഉപകരിക്കുന്ന വിഭവങ്ങളാക്കി നീ ഞങ്ങളിൽ നിന്ന് ഖബൂൽ ചെയ്യണം റഹ്മാനെ എന്ന് ദുആ ചെയ്ത് ഞാൻ എൻ്റെ സംസാരം അവസാനിപ്പിക്കുന്നു.